അയ്യോ കളിയ മുങ്ങിയില്ലല്ലോ. എന്തിനെടുക്കൂ ഈ കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ ആളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്നത് നമ്മുടെ ഈ കുളം ഇവിടെ കിടക്കുന്നു. പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം അത് വിട്. കച്ചവടം എങ്ങനെ പോളില്ല? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തതുകൊണ്ട് തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാനതയാണല്ലോ കളിയാ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണുമ്പോൾ അസൂയ. അതെന്ത്? ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ കളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി മൊത്തം സ്വത്ത് അവരുടെ പേര് എഴുതിയും കൊടുക്കണം. പിന്നെ ആയുഷ്കാലം മുഴുവൻ അവരെ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാനും കേരളിയാ. ഒരു വരാറേ അമ്പലല്ലേ? കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഈ അമ്പലത്തിൽ പോകാനാണ് ഈ അണിങ്ങി പോയത്. സഹിക്കാൻ അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. പൈസ തരുന്ന ജർമ്മനിയിലായാലും കോന്തം തന്നെയാണ്. രാമ 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 പാഹിമ രാമ 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 പാഹിമ. ഹലോ, ആ ട്രീസ പറയൂ. ഇല്ല, ഞങ്ങള് നാട്ടിലാ. ഓ, ഡേറ്റ് വന്നോ? വെള്ളിയാഴ്ചയോ? ഓ ശരി, താങ്ക് യു. ഞങ്ങൾ നാളെ തന്നെ എത്തും. ശരി ട്രീസ, ബൈ. എന്താ മോളെ? ഹോളി സെയിൻസിന് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു, മനുവിന്റെ അഡ്മിഷന്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു അച്ഛാ, ഇനി അങ്ങനെ അവര് വിളിക്കില്ലെന്ന്. എന്താ മോളെ അവർ ഇന്റർവ്യൂവിന് ചോദിക്കുക? അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, അച്ഛന്റെ വരുമാനം എന്താ, മോനെ എന്തിനാ ഈ സ്കൂളിൽ തന്നെ ചേർക്കുന്നേ, അങ്ങനെ കൊറേ ഉണ്ടെന്നേ. എന്ത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല അച്ഛാ, എന്ത് വേണമെങ്കിലും ചോദിക്കും. അരവിന്ദേട്ടാ, നമുക്ക് നാളെ തന്നെ പോണം. മാമനെ ശരി ബൈ. ശരി കേട്ടോ. ഓക്കെ അളിയാ, അപ്പൊ കാണാം. ശരി അളിയാ, കാണാം. ശരി. ബൈ. മോൻ നന്നായി പഠിക്കണം കേട്ടോ. അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. ഇനി എന്നാ അമ്മൂമ്മയെ കാണാൻ വരിക? എന്നോട് വരും അമ്മൂമ്മേ. അപ്പൂപ്പൻ അങ്ങോട്ട് വരാട്ടോ കാണാൻ. അരവിന്ദന്റെ ഡോക്യുമെന്റ്സ് എവിടെ? ഡോക്യുമെന്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എന്റെ SLC ബുക്ക് സൂക്ഷിക്കണം കേട്ടോ. 10-15 വർഷത്തെ അധ്വാന. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്. ജാതകം വേണ്ടി വരുമോ? വേണ്ടേ? ശരി. എന്താ അരവിന്ദേട്ടാ, ഈ കോപ്പി ഒന്നും ക്ലിയറേ അല്ല. എത്ര പറഞ്ഞാലും അരവിന്ദേട്ടൻ കേൾക്കുകയില്ല. ഒറിജിനലേ ക്ലിയർ അല്ല. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ? തന്നെ പിൻ ചെയ്ത് വെക്കണം. ഇപ്പൊ നോക്കിയത് നന്നായി. അതിന്റെ ഒന്നും ആവശ്യമില്ലടി. ബികോം ആണെന്നങ്ങ് പറഞ്ഞാൽ മതി, വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ആവശ്യമുണ്ട്, വെറുതെ അങ്ങനെ പറഞ്ഞാ പോരാ. എല്ലാത്തിനും കറക്റ്റ് പ്രൂഫ് കൊടുക്കണം. പിന്നെ അരവിന്ദേട്ടാ, സമയം കളയല്ലേ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു. എവിടുന്ന്? യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എങ്കിൽ അത് അപ്ലൈ ചെയ്താ പോരെ? അപ്ലൈ ചെയ്താൽ കിട്ടും, പക്ഷെ 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 വർഷം? അപ്ലൈ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി 3 വർഷം ലേറ്റ് ആവും. അപ്പോ എന്റെ അടുത്ത് ബികോം എന്ന് പറഞ്ഞത്? ബികോം എന്നല്ലേ പറഞ്ഞോളൂ. അരവിന്ദേട്ടാ, ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ. പഠിക്കാൻ ഞാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ പറ്റിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രിയ. തിരുത്താൻ സമയം കിട്ടിയില്ല, അതാ സത്യം.
എല്ലാവർക്കും ഉണ്ടാവും മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രാരാബ്ദത്തിന്റെ കഥകൾ. ക്ഷമിച്ചേക്കണോ? അരവിന്ദേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. ദോശ ഉണ്ടാക്കട്ടെ? കഴിച്ചു. സോറി, നല്ല വിശപ്പുണ്ടായിരുന്നു. വാടകയ്ക്കോ? എന്താ അരവിന്ദായി പറയണത്? അല്ല, ഇന്റർവ്യൂവിന് ആൾക്കാരെ വാടകയ്ക്ക് കിട്ടുന്ന കുമാർ സാർ തന്നെയില്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് സിറ്റുവേഷൻസ് വേറെ അല്ലേ. ഡൈവോഴ്സ് കേസുകൾ, സിംഗിൾ മദേഴ്സ്, വേറെ വേറെ കഴിയുന്ന പേരൻസ്. ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്താലോ? ഏ അല്ല, അഡ്മിഷൻ കിട്ടാതെ ഒരു വഴിയുള്ളെങ്കിൽ ഞാൻ അതും ചെയ്യും സാർ. അതൊക്കെ പ്രശ്നമാവുമായിരുന്നു. അല്ല, അത് ആ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല സാർ. അതെന്താ? അത് വലിയൊരു കഥയാണ്. ഞാൻ എൻ്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി, പക്ഷെ അത് ഏറ്റില്ല. സാർ പ്ലീസ്, സാറിന് ഈ കേസിൽ എനിക്ക് വിശ്വാസം. അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, സാറിനറിയോ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തൻ ഓടിച്ച എങ്ങനെയുണ്ടോ? ഭയങ്കരാവും. ഭയങ്കര. പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അരവിന്ദ. കാശില്ലല്ലോ. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ഏ? ദുബായിക്ക് വിട്ടോ. ദുബായ്? അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ആരും നോക്കില്ലെന്നേ. അപ്പോൾ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? സാർ ഒരു സംഭവം. അതെനിക്കറിയാം. അപ്പോ ദുബായിൽ നിന്ന് വന്നിട്ട് കാണാം. ദുബായ് അൽഹംദുലില്ലാ. അങ്ങനെയൊന്നുമില്ല, പ്രിയ ഞെട്ടും. എന്തിനാ പ്രിയ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത്? നിനക്ക് നടുവേനുള്ളതല്ലേ? ആ പുഷ്പത്തിനെ വിളിച്ചാ പോരെ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ നടുവേദനയോ അത് പുഷ്പയെ കാണാത്തതോ? ഞാൻ എന്ത് പറഞ്ഞാലും നീ തെറ്റിദ്ധരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താ കാര്യം? എടി, ഇത്തവണ നമ്മുടെ മോന് എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും. ഞാൻ എന്റെ വാരഫലം നോക്കി. ഈ ആഴ്ച എനിക്ക് വളരെ നല്ല സമയം. അതുകൊണ്ട് നാളെ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല. അപ്പൊ ഇതിനാണല്ലേ ഈ സ്നേഹം കാണിച്ചത്? അതല്ല പ്രിയ, ഇന്റർവ്യൂവിന് നിന്റെ മുമ്പിൽ വെച്ച് അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ആകെ കിടന്ന് പതറുകയും ചെയ്യും. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള കോൺഫിഡൻസും പോയി. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് പോവാ. അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. ഓ, നിങ്ങളുടെ ബികോം ഡിഗ്രി പോലെ അല്ലേ? അല്ലാതെ ഈ കുമാർ സാർ പറഞ്ഞ ഐഡിയ കുമാർ സാർ താൻ വിചാരിച്ചത് പുഷ്പം പോലെ നടക്കും. കുറച്ച് നാളായല്ലോ നിങ്ങൾ പുഷ്പം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അത് വിട്ടു. എടോ, ഈ ഗുളിക കൊണ്ട് തീരാത്ത സാധനത്തിന് ഒരു ചെറിയ ഇഞ്ചക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഡോസ് പോയി. നോ പ്രോബ്ലം. പുഷ്പം പോലെ ശരിയായി തരാം. ഒന്ന് പിടിക്കാം, നടക്കും.